നീ പോയി ചന്തയിൽ നിന്ന് മീൻ വാങ്ങി വരുമോ? എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു, യൂട്യൂബ് ക്രിയേറ്റ് ആപ്പിൽ നിന്ന് വീഡിയോ ജനറേറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ ഇതുപോലെ വീഡിയോസ്, ഇത് മറ്റുള്ളവരുടെ വീഡിയോ ആണ്. അപ്പം നമ്മളത് റീമിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബിലോട്ട് നേരിട്ട് അപ്ലോഡ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്കത് ഗാലറിയിലോട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കണ്ടോ, ഇതുപോലെ നമ്മൾ റീമിക്സ് ചെയ്തെടുക്കുന്ന വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗാലറിയിലോട്ട് എങ്ങനെ വീഡിയോ സേവ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മളൊരു വീഡിയോ ജനറേറ്റ് ചെയ്ത് ഗാലറിയിലോട്ട് സേവ് ചെയ്യുന്നതാണ് ഇത് നോക്കുന്നത്. ഇവിടെ കണ്ട കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ആ ജനറേറ്റ് വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ പ്ലസ് ഐക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് വീഡിയോയ്ക്ക് വേണ്ടുന്ന ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ എൻ്റെ ഒരു ഇമേജും പിന്നെ ഒരു ക്യാറ്റിൻ്റെ ഒരു ഇമേജുമാണ് സെലക്ട് ചെയ്ത് ഡൺ കൊടുക്കുക. പിന്നെ നമ്മൾക്ക് അവിടെ എഴുതി കൊടുക്കണം എന്താണ് ചെയ്യേണ്ടതെന്ന്. സംഭാഷണമൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ കോമ ഇട്ട് ആ മേലിൽ ഇൻവെർട്ടഡ് കോമയില്ലേ രണ്ടെണ്ണം, അതൊക്കെ ഇട്ടിട്ട് എഴുതി കൊടുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ എഴുതി കൊടുക്കുന്നത് പൂന്തോട്ടമുള്ള സുന്ദരമായ ഒരു വീടിൻ്റെ മുറ്റത്ത് അച്ചു ക്യാറ്റിൻ്റെ കയ്യിലെന്നാണ് അടിക്കാൻ നോക്കണത്. അച്ചു എന്നാണ് ക്യാറ്റിൻ്റെ പേര്. അപ്പം അച്ചു ക്യാറ്റിൻ്റെ കയ്യിൽ പൈസയും കവറും കൊടുത്തിട്ട് പെൺകുട്ടി പിന്നെ പറയുന്നത് മറ്റേ ഇൻവെർട്ടഡ് കോമ എഴുതണം. ഞാൻ മേലിൽ 2 കുത്തിയിട്ട് അതിട്ടിട്ട് അതിനകത്ത് സംഭാഷണം എഴുതാം. കോമ ഇട്ടു. നീ പോയി ചന്തയിൽ നിന്ന് അത് വോയിസ് അവിടെ പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ടൈപ്പ് ചെയ്യണത്. ചന്തയിൽ നിന്ന് മീൻ വാങ്ങി വരുമോ, കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഞാൻ വരുമോ എന്ന് ചോദിച്ചു. ഇനി ഇൻവെർട്ടഡ് കോമ നമ്മൾ എഴുതിയിരിക്കണ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ആയി കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ വായിച്ചു നോക്കണം. ഇനി ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ക്രിയേറ്റ് ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പത്രം എന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ പാത്രം എന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ പത്രം എന്നൊക്കെ അടിച്ചാൽ പത്രമേ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എഴുതി കൊടുക്കുന്നതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നന്നായിട്ട് കിട്ടത്തില്ല. ഇതിലും വിശദീകരിച്ചൊക്കെ എഴുതി കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിട്ട് വീഡിയോ കിട്ടും. ഞാനിപ്പോൾ വെറുതെ ഒന്ന് ചെയ്തു നോക്കുന്നതാണ്. ഒരു മിനിറ്റ് എടുക്കും. അപ്പോൾ വീഡിയോ ക്രിയേറ്റ് ആവുന്നുണ്ട്.
കണ്ടോ, നമ്മുടെ വീഡിയോ അതുപോലെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഗാലറിയിലോട്ട് സേവ് ചെയ്യാൻ നോക്കാം. അവിടെയുണ്ട് അപ്ലോഡ് യൂട്യൂബ് എന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ യൂസ് വീഡിയോ എന്നുണ്ടെങ്കിൽ നമുക്കിത് എഡിറ്റ് ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യണമെങ്കിൽ യൂസ് വീഡിയോ ഞെക്കണം. യൂസ് വീഡിയോ ഞെക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂ വീഡിയോ ഉണ്ടാക്കിയെടുക്കാം. കണ്ട, ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ചന്തയിൽ നിന്ന് വരുന്നതും മീൻ കറി വയ്ക്കുന്നതും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആ പ്ലസ്സിൽ ഞെക്കിയിട്ട് വീണ്ടും ജനറേറ്റ് വീഡിയോ കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ എഴുതി കൊടുത്താൽ മതി. നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. എന്താ, മേളിലൊരു ആരോ മാർക്കുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം താഴത്തെ മേളിലത്തെ എക്സ്പോർട്ടല്ല, താഴത്തെ എക്സ്പോർട്ട് ആ വൈറ്റിൽ കാണുന്ന അവിടെ ഞെക്കണം. ഇപ്പം നമ്മുടെ വീഡിയോ ഗാലറിയിലോട്ട് സേവ് ആയിട്ടുണ്ട്. നമുക്ക് ബാക്ക് അടിച്ച് നോക്കാം വീഡിയോ വന്നിട്ടുണ്ടോ എന്ന്. ഗാലറി എടുത്ത് നോക്കാം. ഒരു ഫോട്ടോയും വന്നിട്ടുണ്ട്, വീഡിയോയും വന്നിട്ടുണ്ട്. വീഡിയോ വന്നിട്ടുണ്ട്. നീ പോയി ചന്തയിൽ നിന്ന് മീൻ വാങ്ങി വരുമോ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.